പതിവ് പോലെ ബിശ്ർ ഗുരുവിൻ്റെ സന്നിധാനത്തിലെത്തി. ഗുരു പറയുകയായിരുന്നു, നാം ശരീരത്തിൻ്റെ ഭക്ഷണം വളരെ വിപുലമായി ഉണ്ടാക്കുകയും കഴിക്കുകയും ചെയ്യുന്നു. അതിനുവേണ്ടി ആഗ്രഹിക്കുകയും പുതിയ പുതിയ രുചികൾ തേടി നാം അലയുകയും ചെയ്യുന്നു. രുചിയുടെ മേഖലയിൽ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നിത്യജീവിതത്തിൽ വ്യത്യസ്തമായ ആഹാരങ്ങൾക്ക് വേണ്ടി നാം ചിലവഴിക്കുന്ന ചിന്തയും സമയവും പണവും എത്രത്തോളമാണ്? ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എന്നാൽ അതിനുവേണ്ടി നാം മാറ്റിവെക്കുന്ന ചിന്തയുടെയും സമയത്തിൻ്റെയും പണത്തിൻ്റെയും എത്ര ശതമാനം ആത്മാവിൻ്റെ ഭക്ഷണത്തിന് വേണ്ടി നാം വിനിയോഗിക്കാറുണ്ട്? ഗുരുവിൻ്റെ ആ ചോദ്യത്തിനു മുമ്പിൽ ബിശ്ർ ചിന്തിച്ചു തുടങ്ങി. എന്തായിരിക്കും ആത്മാവിൻ്റെ ഭക്ഷണം? അല്പനേരത്തെ മൗനത്തിന് ശേഷം ഗുരു പറഞ്ഞു, അനുരാഗമാണ് ആത്മാവിന് നൽകാനുള്ള ഏറ്റവും രുചികരമായ ഭക്ഷണം. ദിവ്യാനുരാഗം, ദൈവീക പ്രണയം. ബിശ്ർ ചിന്തിച്ചു, ഒന്നുമല്ലാത്ത ഒരവസ്ഥയിൽ നിന്ന് സ്വത്വബോധം നൽകിക്കൊണ്ട് എൻ്റെ നാഥൻ എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചു. അഖിലാണ്ട കടാഹങ്ങൾ എൻ്റെ ചിന്തകൾക്കും ബുദ്ധിക്കും അതീതമാണെന്ന് മനസ്സിലാക്കാനെങ്കിലുമുള്ള വിവേകബുദ്ധി തന്നു. ചിന്തിച്ചു വരുമ്പോൾ അതിലൊരു അണു മാത്രമാണ് ഞാനെന്ന ഈ അണുവിനെ ഇത്രയും ശ്രദ്ധയോടെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പ്രപഞ്ചനാഥനെ എങ്ങനെയാണ് ഞാൻ പ്രണയിക്കുക? ഗുരു പറഞ്ഞു, പ്രേമഭാജനത്തെ ഒരു നോക്ക് കാണാൻ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരുന്നവരെത്ര? അവരുടെ കണ്ണുകൾ വറ്റിപ്പോയിരുന്നു. അവരിൽ ചിലരുടെ കവിൾത്തടങ്ങളിൽ കണ്ണീർച്ചാൽ കീറിയിരുന്നു. രാത്രിയുടെ യാമങ്ങളിൽ മറ്റെല്ലാവരും സുഖമായി ഉറങ്ങിയപ്പോൾ അവർ പ്രേമഭാജനത്തിന് മുമ്പിൽ സാഷ്ടാംഗം വണങ്ങി. ആ സുജൂദുകൾ അവർ നൽകിയ ചുടുചുംബനങ്ങളായിരുന്നു. ബിശ്റിൻ്റെ ഹൃത്തടം പ്രണയത്താൽ പ്രകമ്പനം കൊണ്ടു. ബിശ്ർ ചോദിച്ചു, എൻ്റെ പ്രേമഭാജനത്തിന് എന്ത് പ്രണയ സമ്മാനമാണ് ഞാൻ നൽകുക? ഗുരു പറഞ്ഞു, ആദ്യമാദ്യം നിനക്ക് അവന് നൽകാനുള്ള ഏറ്റവും അമൂല്യമായ സമ്മാനമെന്ന് പറയുന്നത് അവനെക്കുറിച്ചുള്ള നിൻ്റെ ഓർമ്മകളാണ്. ആ ഓർമ്മകൾ ധ്യാനമായി വിരിയുമ്പോൾ അവൻ നിന്നെയും ഓർക്കും. ഉസ്കുറൂനി അസ്കുറുക്കും. പ്രണയത്താലുള്ള നിൻ്റെ ഓർമ്മകൾ നിൻ്റെ ആത്മാവിനെ പുഷ്ടിപ്പെടുത്തും. ഓർമ്മയെന്ന പ്രോട്ടീനും വൈറ്റമിനും കലോറിയും കൂടെ നീ നിൻ്റെ ആത്മാവിന് നൽകിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് ചിറകുകൾ മുളക്കും. ശരീരമെന്ന ഈ കൂട് ആത്മാവിനെ തളച്ചിട്ടിരിക്കുകയാണ്. അഹങ്കാരം, അസൂയ, പക, ദേഷ്യം, കാമം, ആർത്തി, അലസത, അസഹിഷ്ണുത, അജ്ഞത തുടങ്ങിയ നിരവധി വിഷപദാർത്ഥങ്ങൾ ഓരോ ദിവസവും നിന്റെ ആത്മാവിനെ ശരീരമെന്ന ജയിലറക്കുള്ളിൽ തളർത്തിക്കിടത്തിയിരിക്കുന്നു. ഈ വിഷപദാർത്ഥങ്ങളെ ഒരിക്കലും തുടച്ചു നീക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ അവയെ നിനക്ക് വിശിഷ്ടമായ മറ്റൊന്നായി പരിവർത്തിപ്പിക്കാം. അതിനുവേണ്ട മരുന്നുകൂടിയാണ് ദിവ്യാനുരാഗം. പ്രാർത്ഥനയായും മന്ത്രമായും സംഗീതമായും ധ്യാനമായും ആതുര സേവനമായും നിന്റെ നാഥനെ നീ പ്രണയിച്ചുകൊണ്ടേയിരിക്കുക. നിന്റെ ഓരോ കർമ്മങ്ങളിലും നിന്റെ പ്രേമഭാജനത്തിൻ്റെ പ്രീതി മാത്രം ലക്ഷ്യം വെക്കുക. എപ്പോഴും അവനെ നീ ഓർത്തുകൊണ്ടേയിരിക്കുക. വർണ്ണങ്ങളിലൂടെ, സ്വരരാഗങ്ങളിലൂടെ, ഗന്ധങ്ങളിലൂടെ, രുചികളിലൂടെ, സ്പർശനങ്ങളിലൂടെ അവൻ നിന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു, എന്നിഷ്ടമിത്രമേ ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന്. ബിശ്ർ തലയാട്ടി. ഗുരു തുടർന്നു, അവൻ്റെ ഓർമ്മ നിന്നിൽ അനുസ്യൂതം തുടർന്നുകൊണ്ടേയിരിക്കുമ്പോൾ നിന്റെ ഉള്ളിലെ അഹങ്കാരവും പകയും ദേഷ്യവും ധീരതയായി പരിണമിക്കും. അവ ഇച്ഛാശക്തിയും സഹനവും ആത്മവിശ്വാസവുമായി നിന്റെ ആത്മാവിന് ശക്തി പകരും. നിന്റെ അസൂയ മഹാമനസ്കതയായി പരിണമിക്കും. നിന്റെ കാമം കറകളഞ്ഞ പ്രണയമായും അലസത ഉത്സാഹമായും
അജ്ഞത ജ്ഞാനമായും അവസ്ഥാന്തരം പ്രാപിക്കും. അതുകൊണ്ട് ആത്മാവിന് നീ സുഭിക്ഷമായ ഭക്ഷണം നൽകുക. അഭിനയിച്ചുകൊണ്ടെങ്കിലും നീ നിന്റെ നാഥനെ പ്രണയിക്കുക. കണ്ണുനീർ തുള്ളികൾക്ക് പിശുക്ക് കാണിക്കാതിരിക്കുക. ഓർമ്മകൾ വാക്കുകളായും വരികളായും സംഗീതമായും നൃത്തമായും ഒഴുകട്ടെ. ശരീരത്തിൽ ബന്ധിക്കപ്പെട്ട ആത്മാവ് സ്വതന്ത്രനാകട്ടെ. 7 ആകാശങ്ങൾ കടന്ന് സൗരയൂഥങ്ങൾക്കുമപ്പുറം അർശ് വരെ അത് പറന്നുയരട്ടെ. ജിബ്രീൽ, മീകായിൽ മാലാകമാരുടെ ഇഷ്ടകൂട്ടുകാരനാകട്ടെ. മുത്ത് റസൂലിനെ കണ്ട് ആനന്ദിക്കട്ടെ. അങ്ങനെ ശരീരം മരണത്തെ രുചിച്ചാലും ആത്മാവ് നിത്യശാന്തി അനുഭവിക്കട്ടെ. നരകം തൊടാത്തവർക്ക് പിന്നെ മരണമില്ല. അവർ പ്രപഞ്ചനാഥൻ്റെ സ്നേഹമിത്രങ്ങളത്രേ. ഗുരുവിൻ്റെ വാക്കുകൾ കേട്ട് ബിശ്ർ അറിയാതെ ചെറിയൊരു മയക്കത്തിലേക്ക് വഴുതി വീണു. വുളൂ ചെയ്തിട്ടുണ്ടായിരുന്ന അവൻ്റെ ആത്മാവ് അർശിൻ്റെ താഴ്വാരങ്ങളിലേക്ക് പറക്കുകയായിരുന്നു.